പാറുവമ്മ 70 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ. പടിഞ്ഞാറെ കണ്ണൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ഈ മുത്തശ്ശിക്ക് കാവിൽ തെയ്യത്തിനൊക്കെ പോവാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ മക്കൾക്കൊന്നും അതിനൊന്നും സമയം ഇല്ലാതായിരിക്കുന്നു. അന്യനാട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും വരും. വന്നു എന്ന് ബോധ്യപ്പെടുത്തി അവർ മടങ്ങും. പക്ഷേ ഇത്തവണ വന്ന കൊച്ചുമകൾ അനു 13 വയസ്സേ ഉള്ളൂ. എങ്കിലും അവൾക്ക് വിശ്വാസം ഒന്നും ഇല്ല. പക്ഷെ തെയ്യത്തിനിന്റെയും ഭൂതത്തിന്റെയും ഒക്കെ കഥകൾ മുത്തശ്ശിയിൽ നിന്നും കേട്ടപ്പോൾ അത് കാണുവാൻ അവൾക്ക് ആഗ്രഹം ഉണ്ടായി. അച്ഛനോടും അമ്മയോടും പറഞ്ഞു വാശി പിടിച്ചു. അവൾ കുറച്ചു ദിവസം കൂടി അവിടെ തങ്ങാൻ അനുവാദം വാങ്ങി എടുത്തു. അച്ഛനും അമ്മയും പിറ്റേന്ന് തന്നെ മടങ്ങി. അനുവിനെ കൂട്ടാൻ അച്ഛൻ പിന്നീട് വരും. അങ്ങനെ തെയ്യത്തിന്റെ ദിവസം വന്നെത്തി. അനു തെയ്യത്തിന് പോവാൻ വളരെ ആവേശത്തിൽ ആണ്. ഡ്രസ് ഒക്കെ ഒരുക്കി മുത്തശ്ശിയോട് അവൾ തിടുക്കം പറഞ്ഞോണ്ടിരുന്നു. സന്ധ്യാസമയം ആയി. അങ്ങനെ അവർ രണ്ടുപേരും കാവിലേക്ക് പോകാൻ തയ്യാറായി. മുത്തശ്ശി വീടിന്റെ കതകൊക്കെ അടച്ചു. സന്ധ്യ കഴിഞ്ഞു ആണ് കാവിൽ എത്തേണ്ടത്. ഒരു പ്രധാന വഴിയും പിന്നെ കൊച്ചു പാതകളുമാണ് കാവിനുള്ളിലേക്കുള്ള വഴികൾ. പ്രധാന വഴി ദൂരം കൂടുതൽ ആയതിനാൽ വേറെ വഴിയിലൂടെയാണ് മുത്തശ്ശി കാവിലേക്ക് പോകുക. അവർ നാട്ടുവഴികളിലൂടെ നടക്കാൻ തുടങ്ങി. കുറച്ചു സമയം നടന്നപ്പോൾ തന്നെ ഗ്രാമത്തിന്റെ ഭാവങ്ങൾ മാറാൻ തുടങ്ങി. കാടിന്റെ വന്യത കൂടി കൂടി വരുന്നു. വീടുകൾ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ വൈദ്യുതി വിളക്കുകൾ എവിടെയും ഇല്ല. ചുറ്റും ഇരുട്ട് ആണ്. കാട് മുഴുവൻ ഒരു ഭീതിയുള്ള ശാന്തത. അനുവിന്റെ കയ്യിൽ മുത്തശ്ശിയുടെ പഴയ ഒരു ടോർച്ച് ഉണ്ട്. ഒട്ടേറെ വൻമരങ്ങളും കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളും ഇടതൂർന്ന് വളരുന്ന നീരുറവയുള്ള ഈ ഒരു കാവിലേക്കുള്ള വഴിയും കാടും അനുവിന് ഒരു അത്ഭുതം ആയിരുന്നു. മലോൽ കാവ്. പേര് പറയുമ്പോൾ തന്നെ മലയും കാടും ചേർന്ന് നിൽക്കുന്ന ഈ കാവ് മനസ്സിൽ വരും. കടുത്ത വേനലിലും പച്ചപ്പിന്റെ ഊഷ്മളതയും ജലസമ്പത്തും നിറഞ്ഞു നിൽക്കുന്ന കാവ്. നിറഞ്ഞു തിങ്ങിയ വൃക്ഷങ്ങളും നാഗങ്ങളും പക്ഷികളും പരാഗങ്ങളുമെല്ലാം ഒന്നിനൊന്ന് തുണയായി നിന്ന മലോൽ കാവ്. വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരം ഭീതി കാവിൽ പോവുന്ന വഴികളിൽ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയും. തിങ്ങി നിറഞ്ഞ കാട്. അതിനു നടുവിൽ ആയാണ് കാവുള്ളത്. ഭൂതമാണത്രേ അവിടുത്തെ പ്രധാന തെയ്യം. പ്രേതങ്ങളുമായും അമാനുഷിക ജീവികളുമായും ബന്ധപ്പെട്ട അപൂർവ തെയ്യമാണ് ഭൂതം തെയ്യം. ശാന്തിയും സംതൃപ്തിയും നിലനിർത്താൻ വർഷം തോറും ഒരു തെയ്യം കെട്ടിയാടുന്നു. ഭൂതം തെയ്യത്തെ പ്രാർത്ഥിച്ചാൽ ശാന്തിയും ഐശ്വര്യവും കിട്ടും അത്രേ. അവർ ഇപ്പോഴും നടക്കുകയാണ്. എന്നാൽ കുറച്ചു അകലെ എത്തിയപ്പോൾ അനുവിന് പേടി തോന്നി. കാരണം ആരും ഇല്ല കൂടെ. നടന്നു നീങ്ങുന്ന വഴികളിൽ ഇരുട്ടു വീണു തുടങ്ങി. കാക്കകൾ അലമുറ ഇട്ടു കരയാൻ തുടങ്ങി. ചീവിടുകൾ അലസമായി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മുത്തശ്ശിക്ക് നടക്കാൻ കുറച്ചു ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് തന്നെ സാവധാനം മാത്രമേ പോകുവാനും പറ്റുന്നുള്ളൂ. ഇപ്പോൾ കാലാവസ്ഥ എന്തെന്നില്ലാത്ത രീതിയിൽ മാറാൻ തുടങ്ങി. അതിശക്തിയായ കാറ്റ് ആഞ്ഞടിക്കുന്നു. ഒരു പക്ഷേ ഭൂതം തെയ്യത്തെ കാണാതിരിക്കാൻ ദുശ്ശക്തികൾ മുന്നിലുള്ള വഴി തടയാൻ ശ്രമിച്ചത് ആവാം. അവർക്കായി കാത്തിരിക്കുന്ന ഭൂതം തെയ്യത്തെ കാണാതെ തിരിച്ചു പോകാൻ നിർബന്ധിതയാക്കാൻ പ്രകൃതിയെ ഈ ശക്തികൾ നിയന്ത്രിക്കുന്നത് ആവാം. കാറ്റിന്റെ ശക്തി കൂടുകയല്ലാതെ കുറയുന്നില്ല. എവിടുന്നൊക്കെയോ ഏതൊക്കെയോ പക്ഷികൾ കരയുന്നു. പൂർണ്ണമായും നേരെ വിപരീതമായ കാലാവസ്ഥ. അനു ചുറ്റിനും നോക്കി. ആരും ഇല്ല മുന്നിലും പിന്നിലും. മുന്നിൽ ഇനി ഒരു വലിയ കുന്നു കയറണം. ഇത് മുത്തശ്ശിക്ക് നല്ല ബുദ്ധിമുട്ട് ആയിരിക്കും. തിരിച്ചു പോയാലോ എന്നുവരെ ഒരു നിമിഷം അവർ ആലോചിച്ചു. മഴക്കാലം അല്ലാഞ്ഞിട്ടും ഇടിയുടെ ഒക്കെ ശബ്ദങ്ങൾ അവർ അറിയുന്നില്ലായിരുന്നു. അവരെ ആരോ നോക്കി നിൽക്കുന്നത്. കാവിലോട്ടാണോ മുത്തശ്ശിയും മോളും? പുറകിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം. പെട്ടെന്ന് അനു ഒന്ന് ഞെട്ടി. അനു വിറങ്ങലിച്ചു നോക്കുകയാണ്. കാരണം അവൾ അതിന് തൊട്ടുമുന്നേ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പിന്നെ പെട്ടെന്ന് എങ്ങനെ ഈ സ്ത്രീ ഇവിടെ എത്തി എന്നതായിരുന്നു അവളെ അത്ഭുതപ്പെടുത്തിയത്. കണ്ടാൽ ഒരു 35-40 വയസ്സ് പ്രായം തോന്നിക്കും. ശരിക്കും കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല. വട്ടമുഖം, ചുവന്ന നിറത്തിൽ ഒരു വലിയ പൊട്ട്, വെള്ള കസവു സാരി, ഈറനണിഞ്ഞ മുടി, എന്തോ തിളക്കം തോന്നുന്ന പോലുള്ള കണ്ണുകൾ. ഒന്നിൽ ദയയും രണ്ടാമത്തിൽ രൗദ്രഭാവവും. അനുവിനെ നോക്കി ആ സ്ത്രീ ഒന്ന് ചിരിച്ചു. ആ ചിരിക്ക് പോലും വല്ലാത്ത ഒരു ആകർഷണീയത. അനു മനസ്സിൽ വിചാരിച്ചു. ആ മോളെ നടക്കാനും വയ്യ. ഈ കാലാവസ്ഥ നോക്കിയേ എന്ത് ചെയ്യാനാ കുഞ്ഞേ, മുത്തശ്ശി പറഞ്ഞു. ആട്ടെ മോളെന്റെ ഒറ്റയ്ക്കേ ഉള്ളു, കൂടെ ആരും വന്നില്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു. എന്റെ കൂടെ ഉള്ളവർ കാവിലുണ്ട്, ഞാൻ പോകാൻ വൈകിപ്പോയി എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു.
മോൾ എവിടെയാ എന്ന് മുത്തശ്ശി ചോദിച്ചു. ഞാൻ ഇവിടൊക്കെ തന്നെ പണ്ടേ ഉള്ളതാ എന്നായിരുന്നു മറുപടി. മുത്തശ്ശി, ഈ വഴി പോകരുതേ. ഇവിടെ വേറെ വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം, ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. അനുവാദത്തിനു കത്ത് നിൽക്കാതെ മുത്തശ്ശിയുടെ കൈയും പിടിച്ചു ആ സ്ത്രീ കാട്ടിലൂടെയുള്ള മറ്റൊരു പാതയിൽ നടക്കാൻ തുടങ്ങി. മോൾ ടോർച്ചും പിടിച്ചു മുന്നിൽ നടന്നു. മുത്തശ്ശിയെ ഞാൻ സഹായിച്ചോളാം, ആ സ്ത്രീ പറഞ്ഞു. ദൂരെ എവിടെയോ മൂങ്ങയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. വയ്യാതിരുന്ന മുത്തശ്ശി ആ സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് സുഖമായി കുന്നുകയറുന്നു. മുത്തശ്ശിയുടെ കാലിന്റെ വേദനയൊക്കെ എവിടെ പോയെന്നേ അനു ചിന്തിച്ചു. അവളും നടന്നു. ഇടിമുഴക്കം കേൾക്കാം നന്നായിട്ട്. ആ സ്ത്രീ ധൃതിയോടെ നടന്നു. ദൂരെ നിന്നും കാവിലെ ചെണ്ടയുടെ ശബ്ദം കേൾക്കാം. ഇപ്പോൾ അല്പം കൂടി നടന്നപ്പോൾ ദൂരെ കാവ് കാണാം. കാടിന്റെ മധ്യത്തിൽ ആണ് എന്ന് തോന്നുന്നത് പോലെ ദൂരെ ആയി മലോൽ കാവ്. അതോടെ കാറ്റും എല്ലാം നിശബ്ദതമായി. കാട് അതിന്റെ വന്യതയെ പെട്ടെന്ന് എവിടെയോ ഒളിപ്പിച്ചതുപോലെ. നടന്നു കാവിലേക്ക് കയറാൻ ഒരു ചെറിയ പാലം കൂടി ഉണ്ട്. ആ പാലം കടന്നതും പിന്നിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ രൂപവും ഭാവവും മാറിയിരിക്കുന്നു. പകരം വേറെ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നത് പോലെ. വെളുത്ത സാരിയും നീണ്ട മുടിയും ജ്വലിക്കുന്ന കണ്ണുകളും ഉള്ള ഒരു രൂപം. ഒരു യക്ഷി. നിനക്ക് വേണ്ടിയായിരുന്നു ഞാൻ വന്നത്, ഭൂതത്തെ നിനക്ക് കാണിക്കാൻ, യക്ഷി പറഞ്ഞു. ഇതും പറഞ്ഞു യക്ഷി ഒരു വെളുത്ത മൂങ്ങിയായി മാറി മരക്കൂട്ടത്തിലേക്ക് അപ്രത്യക്ഷയായി. പാറോമ്മയ്ക്ക് ഭയമുള്ള തോന്നിയത് അതൊരു സ്വപ്നമോ അതോ ഒരു അതിമാനുഷ അനുഭവമോ എന്ന സംശയത്തിലായിരുന്നു പാറോമ്മയും അനുവും. മരകൊമ്പുകൾ ചിലങ്കയുടെ താളം പോലുള്ള ശബ്ദം ഉണ്ടാകുന്നു. അതോ അത് യക്ഷിയുടെ ചിലങ്കയുടെ ശബ്ദമാണോ? ഇനി തോന്നൽ ആണോ? മുത്തശ്ശി അവിടെ ഉള്ള പരിചയക്കാരോട് പലരോടും ചോദിച്ചു. അവർ ആരും അങ്ങനെ ഒരു സ്ത്രീയെ അവിടെ കണ്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വരുമ്പോൾ കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവരും തറപ്പിച്ചു പറഞ്ഞു. കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ആയിരുന്നല്ലോ മുന്നിൽ. കാലുവേദന ഒക്കെ മാറിയോ എന്ന് പലരും ചോദിച്ചു. മുത്തശ്ശിയും അനുവും പരസ്പരം നോക്കി. അവർ കാവിലേക്ക് കയറിപ്പോയി. ഭൂതം തെയ്യം നടന്നുകൊണ്ടിരിക്കുന്നു. പാറമ്മ തന്റെ കൈകൾ കൂപ്പി നിൽക്കുന്നു. ആ ദിവസം പാറമ്മയ്ക്കും അനുവിനും ഇനി മറക്കാൻ സാധിക്കില്ല. ഭക്തിയുടെയും ഭയത്തിന്റെയും അതിരുകളിൽ നിന്നുകൊണ്ട് അവർ ഒരു യക്ഷിയെ കണ്ട ദിവസം ആണത്. നാളെ മുതൽ ഇതൊരു കഥയായിരിക്കും. ചിലർ വിശ്വസിക്കും, ചിലർ അവരെ കളിയാക്കും. പക്ഷേ പാറമ്മ വിശ്വസിക്കുന്നു. അവൾ വന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു യക്ഷിയാണ്, പക്ഷേ ഉപദ്രവിക്കാൻ അല്ല, രക്ഷിക്കാൻ ആണ് വന്നത്.